നോക്കട്ടെ, ഊതിയിട്ട് കൃഷ്ണമണി തെറിപ്പിക്കട്ടെ. ആയിക്കോട്ടെ, താഴെ കാണാം. ഒരു സീരിയൽ ആക്ട്രസ് ഇருக்கு കേരളത്തിലെ, പരിമിള ദേവി. Day 33 of India to Singapore ride. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 33ാമത്തെ ദിവസമാണ് ഇന്ത്യ ടു സിംഗപ്പൂർ റൈഡിൻ്റെ. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇവിടെ വക്കീൽ റോഡ് അവിടെ നമുക്കൊരു സ്റ്റേ ശരിയാക്കി തന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി, സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അവർ ജീപ്പ് കൊണ്ടുപോയ മാതിരി തന്നെ നമ്മളെ തിരിച്ചിങ്ങോട്ട് വിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി തിരിച്ച് അവർ ഈ പെട്രോൾ പമ്പിൽ നമുക്ക് ഇറക്കി തന്ന്, എന്നിട്ട് അവിടുന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ സൈക്കിളിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ട്. അപ്പം ചേച്ചിനോട് ചോദിച്ചാൽ ഫുഡ് കഴിക്കുക. അവിടെ തൊട്ടടുത്ത് ഹോട്ടലുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത്ര പോരാ ഹോട്ടൽ, 1 കിലോമീറ്റർ താഴത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോട്ടലുണ്ട് അത്ര. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കയറ്റം കയറിയതൊക്കെ ഇനിയും ഇറങ്ങി പോകണ്ടേ, പിന്നെ അത് കയറി വരണം. ഇതാണ് ആ വഴി നമുക്ക് ബോധ്യമേട്ടിലേക്കുള്ളത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് നിങ്ങൾ എൻ്റെ സ്കൂട്ടി ആയിട്ട് പോയിക്കുമത്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ താഴത്തൊരു കട ഉണ്ടായിരുന്നു, ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കഴിച്ചത് പൊറാട്ടയും മുട്ടയാണ്. ജോ കഴിച്ചത് ഇഡ്ഡലി സെറ്റ്. പിന്നെ തിരിച്ചു വന്നു, ഈ പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം നിറച്ചു. ആ ചേച്ചിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും കേരളം വിട്ട് നേരെ തമിഴ്നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ കറൻ്റ് ഉള്ളത് പൂപ്പാറയാണ്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞ മാതിരി മുകളിൽ 10 കിലോമീറ്റർ കയറിയിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് മൊത്തം ഇറക്കാണ്. അപ്പോൾ ഇറങ്ങി നമ്മൾ ഏകദേശം സീ ലെവലിൽ അടുത്തെത്തും. അപ്പോൾ അറിയാൻ പറ്റിയത് നല്ല കിടിലൻ ചൂടായിരിക്കും താഴത്തെത്തി കഴിഞ്ഞാൽ. ഇപ്പം പിന്നെ നല്ല തണുപ്പാണ്, കുറച്ച് മുകളിലായതിനെ കൊണ്ട് ഈവൻ 10 മണി കഴിഞ്ഞു പോകും. എന്നിട്ടും ആ ചൂടൊന്നും നമുക്ക് വല്ലാണ്ടൊന്നും അറിയുന്നൊന്നുമില്ല. അത്ര ആൾട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ, തണുപ്പുണ്ട് അന്തരീക്ഷത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നു, നമ്മൾ നേരെ തമിഴ്നാട് പോയി എൻട്രി അടിക്കുന്നു. അപ്പോൾ ഓക്കെ. ഇതാ ബോഡിമെട്ട് 8 കിലോമീറ്റർ കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുത്തനെയുള്ള കയറ്റും ആയിരിക്കും നമുക്ക് 8 കിലോമീറ്റർ വരെ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്തിട്ടോ. റെസ്റ്റ് മാത്രമല്ല, കുറച്ച് ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് സ്റ്റോറീസും റീലൊക്കെ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് ½ ആൻ അവർ റെസ്റ്റിന് ശേഷം നമുക്ക് ഈ കയറ്റം കയറിയിട്ട് വീണ്ടും മുന്നോട്ട് പോവാം. ഇവിടെ കാണട്ടോ, ധനുഷ്കോടിക്ക് 327, രാമേശ്വരം 292 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ കയറ്റങ്ങൾ തന്നെയാണ്. എനിക്കൊരു 5 കിലോമീറ്ററോളം മിനിമം വേണം ബോഡിമേട്ട് എത്താൻ വേണ്ടിയിട്ട്. നോക്കിയ സ്ഥലത്തിൻ്റെ പേര് തൊണ്ടിമല. എന്ത് തൊണ്ടിയാണത്ര എവിടുന്ന് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് ക്യാമ്പ് അടിക്കാൻ നന്നായി കേട്ടോ. ഇവിടെയൊക്കെ ആനൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ബെസ്റ്റായി നമ്മൾ ഇന്നലെ എത്തി കൊടുത്ത്. എന്തായാലും കണ്ടോ, എന്തോ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാറില്ല. ആദ്യം മലയാളവും തമിഴും ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും, ഇപ്പം ജസ്റ്റ് തമിഴ് മാത്രമായി നമുക്ക് എഴുതി കാണുന്നത്. അപ്പം ഇനി തമിഴ് ഇലാക്കയിലേക്ക് നമുക്ക് പോവാം. കണ്ടോ, കൊഴുക്കുമല ഇവിടുന്ന് 26.38 കിലോമീറ്ററും സൂര്യനെല്ലി 12 കിലോമീറ്ററും. ഇതാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത്. അപ്പം ഓൾമോസ്റ്റ് കേരളം ഇങ്ങനെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഹലോ ചേട്ടാ, ഹൈ ഹൈ. ഇർഷാദ്. താങ്ക് യു. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി, വെൽക്കം. ബൈ ബൈ. ഹായ് ഹായ് ഹായ്.
इसमें इंडिया टू सिंगापुर लिखा है। दिल्ली तो इंडिया से ना। नहीं सिंगापुर तक जाके आ गए जा रहे नहीं हम जाने वाले പാവങ്ങൾ ഞങ്ങളെ കണ്ടിട്ട് വല്ല സായിപ്പോ മദാമയോ ആണ് എന്ന് കണ്ട് നിർത്തിയതാ. പിന്നെ എന്തായാലും നിർത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. മധുരയിലെ രാജപാളയത്തു നിന്നാണ് ഇവർ വരുന്നത്. മൂന്നാറിലേക്ക് ഇവർക്ക് അത്ര വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തണുപ്പെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ഇവിടെ വരാറുണ്ട് അത്രേ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ചുരം ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറം പൊള്ളുന്ന ചൂടാണ്. അപ്പം ശരീരവും മനസ്സും ഒക്കെ ഒന്ന് ചില്ലാക്കാനായിട്ട് ഇങ്ങനൊരു യാത്ര ആവശ്യമാണല്ലോ. അപ്പോൾ അതാ നമ്മളൊരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. എന്തായാലും ജോടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ലൈക്ക് കരിക്ക് ജോ? നല്ല ഇഷ്ടമായി. ഈ സ്ഥലത്തിന്റെ പേരെന്താ ഏട്ടാ? PL റാം സ്ഥലത്തിന്റെ പേര്. ഓക്കെ. ചേട്ടൻ്റെ പേരോ? ശബരിമുത്ത്. ഓക്കെ, താങ്ക് യു. അടിപൊളി. മീട്ടേ നോക്കട്ടെ. നല്ല റിഫ്രഷിംഗ് ആട്ടോ. ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പോൾ 60 രൂപയാണ് ഒരു കരിക്കിന് കേട്ടോ. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റേറ്റാണ്. രാജാക്കാടിന്ന് ഞങ്ങളൊന്ന് കുടിച്ചിരുന്നു. അതിലാണെങ്കിൽ വെള്ളവും ഇല്ല കാമ്പും ഇല്ല, ചെറിയൊരു കരിക്ക്. അന്ന് ഞങ്ങൾ കൊടുത്തത് 60. അന്നല്ല, മിനിഞ്ഞാന്ന് 2-3 ദിവസം മുന്നേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു ഏരിയയിൽ 60 രൂപ കിട്ടുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. മലയാളോ? എവിടെ? കോഴിക്കോട്. ഫ്രണ്ടാ. സിംഗപ്പൂർ വരെ സൈക്കിൾ പോവാം. ചേട്ടനോടാ സ്ഥലം? ഓ, ഇത് വേറെ എവിടെ? ബോർഡർ എവിടെ? ഇതാ ബോർഡർ. അവിടെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ് ബോർഡർ ക്രോസിംഗ് ആണ് കേട്ടോ നമ്മുടെ ഈ ഇന്ത്യ ടു സിംഗപ്പൂർ സൈക്കിൾ പ്രയാണത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബോധിമെട്ട് ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഇത്രയും ഉയരത്തിലല്ലേ ഈ ബോധി മെട്ടിലാണ്, മെട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്ററിൻ്റെ മുകളിൽ നമുക്ക് ഡൗൺ ഹില്ലാണ്. അപ്പോൾ ഈ ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ, തമിഴ്നാട്ടിലേക്ക് എത്താൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടാട്ടോ ഈ ബോർഡർ. അപ്പോൾ എന്തായാലും അടിപൊളി. ഇനിയും കൂടെ നിൽക്കുക, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കിടിലനാക്കണം നമ്മുടെ ഈ യാത്ര. അപ്പോൾ സൂപ്പർ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കാണുന്നുണ്ടാ, നമുക്ക് പോകാനുള്ളത് മധുരയിലേക്കാണ്. 118 കിലോമീറ്ററാണ്. ഇന്ന് നമ്മൾ തേനിയിൽ നിന്നിട്ട് നാളെ നമ്മൾ മധുര പിടിക്കും. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇനിയുള്ള മുന്നോട്ട് വീഡിയോ ഇടാനുള്ള നമ്മുടെ പ്രചോദനം. അപ്പം എല്ലാവരും കാണുന്നവരെല്ലാവരും കമൻറ്റ് ഇട്ടോളൂ. നമുക്ക് സൂപ്പറായിട്ട് ഈ ഫുൾ ഡേ 1 മുതൽ ഡേ ലാസ്റ്റ് വരെ ഇന്ത്യ ടു സിംഗപ്പൂർ നമ്മൾ അടിച്ചു പൊളിക്കും. ആഹാ, നമ്മുടെ നല്ല തമിഴ്നാട് വൈബ് ഹോട്ടൽ കേട്ടോ. നല്ല അടിപൊളി തമിഴ്നാട് പാട്ടൊക്കെ ആയിട്ട്, തമിഴ് പാട്ടൊക്കെ ആയിട്ട് സൂപ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കഴിക്കാറുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാം നമ്മുടെ ലഞ്ച്. സമയമായത് 3 മണിയായിട്ട് കാണാം. ഇനിയിപ്പം ഇറങ്ങി പോകണം നമുക്ക് 30 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് നമ്മുടെ തമിഴ്നാട് കിടിലൻ നമ്മൾ കയറിയ ഓടത്തെ കുഷ്ക വന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, നമുക്കൊരു കുഞ്ഞു ചിക്കൻ, ചെറിയ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. കഷ്ണം ചിക്കനും കുഷ്കയും കൂടി കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ്. മധുരം കൂടി കഴിച്ച് നിർത്താലോ എന്ന് വിചാരിച്ച് നമ്മളൊരു പഴംപൊരി എടുത്തിട്ടുണ്ട്, തമിഴ്നാട് സ്റ്റൈൽ. ഗുഡ്. മുന്നിൽ ആൾക്കാരൊക്കെ ചോറാണ് കഴിക്കുന്നത്, അധികം ആൾക്കാർ മീൽസാണ് കഴിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു കുഷ്കും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. ரொம்ப പ്രമാദം. ആഹാ സൂപ്പർ. താങ്ക് യു ഏട്ടാ. അല്ല അവർ പപ്പടം കഴിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു പൂതി. അപ്പോൾ ഒരു പപ്പടം നമ്മൾ വാങ്ങി. ആഹാ ഒരു കുഴച്ചൊരു പിടി. തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനായിട്ട് വെയിറ്റ് ചെയ്തത്. പക്ഷേ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഒരു മാസം അയച്ച് ഒരു വർഷം എടുക്കും. കേരള കാലിക്കറ്റ്. எப்படியே மதுரை சென்னை போய் அப்படி போடும். അപ്പോൾ വയറ് നിറയെ കുഷ്കിയും ചിക്കനും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. വാട്ട് യു ഫെൽറ്റ്? Super nourishing, good quality, amazing food. അതെ, മൂന്നാറിൽ ഞങ്ങളിപ്പോൾ ഏകദേശം 2-3 ആഴ്ചയല്ലേ യാത്ര ചെയ്യുന്നത്. നമുക്ക് ആകെ ഒരു സ്ഥലത്താണ് നമുക്ക് അത്ര സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് കേട്ടോ. നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ പ്രശ്നമാവുമെന്ന് അറിയില്ല. മീൻസ് ആകെ ഒരു പിടിക്കോയി കഴിച്ചില്ല നമ്മൾ. അത് സൂപ്പറായിരുന്നു. പിന്നെ ഇത് ഇവിടെ ബോർഡറിൽ വന്നു ½ an hour കൂടി ആയിട്ടില്ല. ഇവിടെതാ നേരെ അവിടെ നമുക്ക് അവിടെ കണ്ട അവിടെതാ ബോർഡർ. ഇവിടെതാ ബോർഡറിന്ന് കഴിഞ്ഞിട്ട് അതെ 2 minutes ഫ്രം ദ 2 മിനിറ്റേ ഉള്ളൂ അവിടുന്ന് വരാം. പക്ഷെ എന്നിട്ട് തന്നെ നമുക്ക് അത്ര കിടിലൻ ഫുഡാണ് കിട്ടിയത്. 2 കുഷ്കിയും ഒരു ചിക്കൻ ഫ്രൈയും ഒരു പഴംപൊരിയും കഴിച്ചിട്ട് ആകെ 215 രൂപ മാത്രമായിട്ടുള്ളൂ. അപ്പം എന്തായാലും അടിപൊളി നല്ല സൂപ്പർ ഫുഡായിട്ടോ. നമുക്ക് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങിയിട്ട് നേരെ ബോഡിയിലേക്ക് പോവാം. ഇത് ബോഡി മെട്ടാണ്. അതെ, ബോധി അല്ലെങ്കിൽ ബോധി നായക്കനൂർ, അതാണ് ആ സ്ഥലത്തിന്റെ ശരിക്കുള്ള പേര്. ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റൂല. 17 ഹെയർ പിൻ ബെൻഡുകളുടെ തുടർച്ചയായ ഇറക്കങ്ങൾ ഇറങ്ങിയാലാണ് നമ്മൾ അവിടെ എത്തുക. ബോധി മെട്ടുള്ളത് സീ ലെവലിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിലാണ്. 20 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം ഇറങ്ങിയാൽ നേരെ ചെന്നെത്തുന്നത് വെറും 300 മീറ്റർ ഉയരത്തിലേക്കാണ്. വെറും 20 കിലോമീറ്ററിൽ 1200 മീറ്റർ താഴെ എത്തുന്നുണ്ടെങ്കിൽ ഊഹിച്ചാൽ പോരെ ഈ ഇറക്കത്തിൻ്റെ കാഠിന്യം. താഴെ ഇറങ്ങും തോറും ഷാർപ്പായിട്ടുള്ള ഈ 17 ഹെയർ പിൻ ബെൻഡുകളിലും ബ്രേക്കിംഗ് ചെയ്യുന്നതിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ കൂടുതലും. പടച്ചോനെ നിങ്ങൾ കാത്തോളീന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. എന്നാൽ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കാല് കുത്തിയിട്ടുണ്ട്, ടയറും കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊളിക്കും അങ്ങോട്ട്. ഇവിടെ കണ്ടോ ഒരു വ്യൂ പോയിന്റ് മാതിരി സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി നിർത്തിയതാണ്. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നും കണ്ട് വരുന്ന മയിലുണ്ട് ഇവിടുന്ന് കാണുമ്പോൾ. അപ്പം നേരെ അവിടെ നമുക്ക് കാണാതെ കണ്ടോ. ഓ, എല്ലാം വൈറ്റ് കളറിലാട്ടോ എല്ലാ ബിൽഡിങ് കാണുന്നത്. അപ്പോൾ അടിപൊളി നല്ല രസമുള്ള കാഴ്ചകളും കണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. Sad to leave the mountains and it's going to be super hot in the plane, so sad to leave the mountains going into the plane where it's super hot. But are you not happy that you don't have to climb anymore? Yeah, me too. We are like both. That's there too. അതുകൊണ്ട് അവിടെ ഇനി കയറ്റം കയറാണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ കാലാവസ്ഥ ചൂടാവുമല്ലോ എന്നുള്ളൊരു ദുഃഖമുണ്ട്. അപ്പോൾ രണ്ടും കൂടിയുള്ള ഒരു മിക്സിംഗ് ആണ് നമുക്കുള്ളത്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഹൃദയത്തിലൂടെയാണ് ഇവിടെയൊക്കെ ഞങ്ങൾ റൈഡ് ചെയ്തു പോകുന്നത്. കയറ്റം കയറ്റി ചവിട്ടുന്നത് പോലെയല്ല, കൺട്രോൾ ചെയ്ത് ഓടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഓടിക്കാൻ ആൾ ബാക്കി ഉണ്ടാവില്ല. എല്ലാ വളവിലും നല്ല പോലെ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇതൊക്കെ ആണെങ്കിലും ഈ റൂട്ടിനെ അൺഫോർഗറ്റബിൾ ആക്കിയത് ഇതിലെ കാഴ്ചകൾ തന്നെ ആയിരുന്നു. ഓരോ വളവ് കഴിയുമ്പോഴും മലകൾ അങ്ങനെ തെളിഞ്ഞു വരുന്നു. പിന്നെ വിശാലമായി പരന്നു കിടക്കുന്ന തേനിയുടെ വ്യൂ നമുക്ക് നന്നായി കാണായിരുന്നു. ഇതൊരു സൈക്കിളിൻ്റെ സീറ്റിലിരുന്നാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഫീൽ എവറി സെക്കൻഡ് ഓഫ് ഇറ്റ്. ഒരു പണിയില്ല, ചുമ്മാ കുരച്ചോണ്ടിരിക്കുക. എന്നിട്ട് പേരെന്താ പട്ടിനെ പോലെ പണിയെടുക്കുക. പറയും പോലെ 17 ഹെയർ പിൻ ബെൻഡുകളാട്ടോ നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. താഴത്ത് എത്തുമ്പോഴത്തിന് നല്ല ചൂടായിരിക്കും പറഞ്ഞ മാതിരി. അത് മാത്രമല്ല, അത് 17 കഴിയുന്ന വരെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് വളരെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ. എനിക്ക് തോന്നുന്നു എല്ലാ ബെൻഡിൻ്റെ അവിടെയും ഇത് കാണണം. എത്ര ബെൻഡ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. 13
എത്രയാ 13 ഔട്ട് ഓഫ് 17. ഓക്കെ 13. 13 നമ്മൾ കയറിയില്ല. തിരിച്ച് വരുമ്പോഴായിരിക്കും. നല്ല തണുപ്പുള്ള കാറ്റ് മെല്ലെ മാറാൻ തുടങ്ങിയിരുന്നു. പകരം ചൂട് കാറ്റ് ആ സ്ഥലം പിടിച്ചെടുത്തു. കോഴിക്കോട് ഞങ്ങൾ സിംഗപ്പൂർ വരെ സൈക്കിൾ. ഫുൾ സൈക്കിൾ. ചേട്ടൻ എവിടെ സ്ഥലം? കോഴിക്കോട്. അടിപൊളി. ആണോ? നല്ല സൂപ്പർ മലയാളം പറയുന്നുണ്ട്. ഓ സ്വന്തം ഒരു കോടിയാണ്. ഓക്കെ അടിപൊളി. മലയാളത്തിൽ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. ഓ ആയിക്കോട്ടെ, താഴെ കാണാം. ഓക്കെ താങ്ക് യു ബൈ. ഇറക്കത്ത് പോകുമ്പോ കണ്ണിലെന്തോ പോയത്ര. നോക്കട്ടെ, ഊതിയിട്ട് കൃഷ്ണമണി തെറിപ്പിക്കട്ടെ. ആന പോയാലോ കണ്ണില്. നല്ല കിടിലം വ്യൂ ആട്ടോ. നോക്കിയേ, ഇവിടെ ഒരു കല്ലുണ്ട്. നമുക്ക് അതിന്റെ മുകളിലൊന്ന് ക്ലൈംബ് ചെയ്യാം. കണ്ടിട്ട് പേടിയാവുന്നു. നോക്കി, ഞാൻ അത്ര വിചാരിച്ചിട്ടില്ല കേട്ടോ. ആഹാ, ഒരു കൊക്ക പാതിയാണ് വഴിയുള്ളത്. അപ്പം നമ്മൾ ഇറങ്ങി വന്ന് നോക്കി, ആ ഒരു പോയിന്റിൽ നിന്ന് കണ്ടാണ് നമ്മൾ ഇറങ്ങി വന്നത്. നല്ല കൂത്താന ഇറക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇറങ്ങി പോകാനുള്ള വയ്യാട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഭയങ്കര റിസ്ക് ആണ്. കണ്ടില്ല, ആരൊക്കെ ബിയറിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ബിയർ അടിയാന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, അങ്ങനെ പോയി അവിടെ കാണാൻ ഒരു കുത്തന ഇറക്കം സംഭവമാണ്. പക്ഷേ കിടിലം. നോക്കി, ഇവിടുന്ന് വ്യൂ കുറച്ചും കൂടി അടുത്തേക്കായി മാറി. മുകളിൽ നമ്മൾ കുറച്ചും കൂടി നല്ല മുകളിൽ നിന്നല്ലായിരുന്നു കണ്ടത്. അപ്പം ഇത് കണ്ടോ, പാറയൊക്കെ ആയിട്ട് ഇവിടെ നല്ല രസമുള്ളൊരു വ്യൂ ആട്ടോ. ഓട്ടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ വൈബാണ്. നമ്മൾ കയറിയതിനൊക്കെ ഉള്ള ഫലം നമുക്ക് പിറകുമ്പോൾ കിട്ടുന്നുണ്ട്. നല്ല രസം, നല്ല സ്മൂത്തായിട്ട് കൂളായിട്ട് അങ്ങനെ ഇറങ്ങി പോരുകയാണ്. എൻ്റെ അമ്മേ, ഞാനിപ്പോഴത്തെ സ്ലിപ്പായിട്ടോ. എന്നോ അവിടുത്തെ കണ്ട് സ്ലിപ്പായിപ്പോണ്ട് സീനായിരുന്നു. ഇവിടെ ഒലിഞ്ഞ് ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് എത്തിയാര്. എന്തായാലും ഇവിടുത്തെ ആയിരുന്നു നന്നായി. അവിടുന്ന് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വ്ലോഗായിട്ട് നിങ്ങൾ കിടക്കൂട്ടൊക്കെ വന്നായിരുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ സൈക്കിൾ കുട്ടന്മാർ ഇവിടെ നല്ല കിടിലിനായിട്ട് ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം. കൈ ഷോൾഡർ ഇങ്ങനെ പിടിക്കുമ്പോൾ എമ്മാതിരി വേദന അറിയാം. ഇറങ്ങി ഒരു പരിവായി. എൻ്റെ അമ്മേ, ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട്. ടു ഹോട്ട് റൈറ്റ്. Just 2-3 curves that we ഈ 2-3 എന്താ പറയുക, ഈ വളവ് ഹെയർ പിൻ കഴിഞ്ഞതും നല്ല കിണ്ണം കാച്ചിയ ചൂടിന് ഇങ്ങനെ ബോയിലാവാ ചെയ്യുന്നത്. Exactly. The wind has itself become very cold. Oh, sorry, hot. Hot. നമ്മുടെ കാറ്റടിക്കുന്നത് പോലെ എമ്മാതിരി ചൂടാന്നറിയോ. Very hot. കൈക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ 2 വളവും കൂടെ ഉള്ളൂ ബാക്കി നമ്മുടെ 17 വളവിൽ. അപ്പോൾ അതും കൂടി നമുക്ക് എന്തായാലും ഇറങ്ങാം. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ വീണേനെ കൺട്രോൾ ചെയ്യാൻ പടി. ഇവിടെ കണ്ടില്ലേ, ഒന്ന് മനോഹരമായ വ്യൂ മുന്നിൽ, ഇത്ര മോശമായ വ്യൂ ഇവിടെ കണ്ടോ. ഇതാണ്, ആൾക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് നന്നാവില്ല. അപ്പോൾ അതെ, നമുക്ക് നല്ല വ്യൂ ഫോക്കസ് ചെയ്യാം. ഇനി നമുക്ക് ഹൈഡ് ചെയ്യാന്നല്ലാണ്ട് വേറെ വഴിയില്ല. നോക്കിക്കേ, നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിർത്തിയതാട്ടോ. ബ്രേക്ക് ഇങ്ങനെ പിടിച്ച് പോകുന്നതിനെ കൊണ്ട് ഇവിടെയും ബാക്കും ഷോൾഡറൊക്കെ നല്ല പെയിന്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാം കേട്ടോ. എനിക്ക് കയറ്റി കയറുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കയറി പോയിരുന്നു. ഇറക്കുമ്പോൾ ഭയങ്കര വേദന.
നമുക്കിതാ കാണാനായിട്ട് നല്ല മനോഹരമായൊരു വ്യൂ ഉണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ സീരവലിലേക്ക് ഏകദേശം എത്താനായി. കണ്ടില്ലേ നമ്മുടെ കോക്കനട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. തേങ്ങ. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് കണ്ടോ ഇത്രയും വലിയ കാക്ടസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ കാക്ടസ് ആട്ടോ. ഒരമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറൊരു സാധനം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഒരു മിനിറ്റ്, കുറച്ചും കൂടി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കാക്ടസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരട്ടെ. അതെ, നിങ്ങൾ തന്നെ കണ്ടോളൂ. നോക്കിയേ, ഇത് ഇങ്ങനെ പാമ്പിന് മാലി മുകളിലൊന്നും അതാ താഴത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ആഹാ, അപ്പം നല്ലൊരു ഇളം കാറ്റും ഇവിടുന്ന് വീശുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ നമ്മുടെ സൈക്കിൾ അങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണാൻ. സൂപ്പർ അല്ലേ? ആഹാ, 5 മണിയായിട്ട് നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന്. ആഹാ, അപ്പോൾ തന്നെ വീണേനെ. അപ്പത്തെ നമുക്ക് വെള്ളം നിറയ്ക്കണം. വാട്ടർ ഈസ് ഡൺ റൈറ്റ്? ഡു വി ഹാവ് വാട്ടർ? കുറച്ചുണ്ട് കേട്ടോ, ബാക്കി എല്ലാത്തിനും തീർന്നു. ഈ വെള്ളം ഒന്നും കുടിക്കില്ല ഏങ്ങായി ഈ വെള്ളം ഒന്നും കുടിക്കില്ല. നമ്മൾ വെള്ളം കുടിക്കില്ല അത്രേ. അതുകൊണ്ട് എന്തായാലും നന്നായി. അതുകൊണ്ട് എനിക്ക് കുടിക്കാനേ. ബോഡി എത്തി. പക്ഷെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വീണ്ടും മുമ്പോട്ട്. അതെ, ഉസിലാംപെട്ടിയിലേക്കാണ്. ഇവിടുത്തെ കാറ്റ് വേറെയാണ്. വെയിലിന് കാഠിന്യം കൂടുതലാണ്. മലകളിൽ നിന്നും സമതലങ്ങളിലേക്ക് 1500 മീറ്ററിൽ നിന്നും 250 മീറ്റർ വരെ. ഇതൊരു ദൂരം മാത്രമല്ല, ഒരു മാറ്റം, ഒരു അനുഭവം. അപ്പോൾ ജോ പറയുന്നതേ, ഇത്രയും ദിവസം നമ്മൾ മൂന്നാറത്തെ കയറ്റങ്ങളൊക്കെ കയറിയിട്ട് ഇപ്പം ഫ്ലാറ്റിൽ വന്നിട്ട് എല്ലാ ഗിയറും ഉപയോഗിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എന്നാണ് ജോ പറയുന്നത്. യു എൻജോയിങ് ദ ഫ്ലാറ്റ്സ്? യു വാണ്ട് ടു ഗോ ടു ലഡാക്ക്? ലഡാക്ക് പോകണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ബൈക്കിലോ അവള് ലഡാക്ക് വരെ പോകും, സൈക്കിളിലില്ലാന്നാണ് പറയുന്നത്. അയ്യോ, അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കിണ്ണം കാഴ്ച ചൂടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയതിനെ കൊണ്ടാണ് പിന്നെ ഒരു ശാന്തി. ഇപ്പോൾ അല്ലെങ്കിൽ അയ്യോ രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ കാണാം. മൂന്നാറിൻ്റെ എപ്പിസോഡ് അവിടെ നമുക്ക് അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് തമിഴ്നാടിൻ്റെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. പൊളിക്കും. അപ്പോൾ കണ്ടോ, നമ്മുടെ വീടിൻ്റെ മുന്നിൽ കോലം ഇടുന്ന പരിപാടി. അപ്പം ഒരു തുടക്കമായി നമ്മുടെ തമിഴ്നാട്. ഹലോ, കൈകൊണ്ട ഷെയ്ക്കാൻ. പേരെന്താ? മുത്തുവ. ഋത്തുവ, നൈസ് നെയിം. അവൻ പേരെന്നാ? എന്താ പേര്? ഓക്കെ, ബൈ ബൈ. നമ്മുടെ സൈക്കിൾ കേട്ടപ്പോൾ വേക്കൽ ഓടി വന്നാട്ടോ, അത് ഓടി പോകുന്നു. ജോ പാനി, അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, വെള്ളം നിറയ്ക്കാതെ വിചാരിച്ച് മാപ്പിൽ കേട്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നാ. പെട്രോൾ പമ്പ് ഒന്ന് കാണിച്ചു തരട്ടെ? നോക്കിയേ, മോയി. അപ്പോൾ നമുക്ക് അടുത്ത വെള്ളം സ്ഥലം നോക്കാം, വെള്ളം നിറയ്ക്കാനായിട്ട്. നോക്കിയേ, മറ്റൊരു മനോഹരമായ വ്യൂ. നമ്മുടെ കേരള ടു കാശ്മീർ പോകുമ്പോഴും ഏത് പോകുമ്പോഴും ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ആട്ടിടയന്മാർ ഇങ്ങനെ കൊണ്ടിരുന്ന ഇത് കണ്ടില്ലേ, ഈ പാവന്തലിട്ട് ഓടിപ്പിക്കുന്നത്. ഞാൻ ചാണകം ഇടാൻ കൂടിയുള്ള സമയം കൊടുക്കുന്നില്ല. ഓ, അവസാനം വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ നായര പമ്പിൽ വന്നതാട്ടോ. ആ, ഇവിടെ വെള്ളവും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കണു. നല്ല തണുത്ത വെള്ളം തന്നെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ 4 ബോട്ടിലും നമ്മൾ നിറയെ വെള്ളം നിറച്ചു കേട്ടോ. എന്തായാലും നല്ല വെള്ളമായിരുന്നു. അപ്പം വെള്ളം ഫില്ല് നല്ലതല്ല. ആ
ആ തണുപ്പില്ലാത്തതിനെ കൊണ്ട് നല്ലതല്ല എന്നാ പറയുന്നത്. ഞാനും ഡീകോഡ് ചെയ്തെടുക്കണം. ഒന്നുകൂടി പറ. ആ ഓക്കെ. ആഹാ കൊള്ളാലോ, എത്ര തലകളാ. ആരോ കല്യാണം അതുകൊണ്ട് അവർ വിഷ് ചെയ്തിട്ട് വെച്ചതാ. നൈസ്. നമ്മളാ തമിഴ്നാട് വൈബിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കുശലങ്ങൾ പറയുന്നുണ്ട്. കേരള മനസ്സിലാവില്ല കേട്ടോ. ഇതൊക്കെ ഒരാൾക്കാരെ കല്യാണം തന്നെയാണോ വേറെ വേറെ ആൾക്കാരെ കല്യാണമാണോ? ഇതേ കേട്ടാ. ഹലോ. അപ്പം നമുക്കിതാ മധുര 93 തേനിപ്പതി ഇങ്ങനെയാണ് കേട്ടോ പോകാനുള്ളത്. ഒരുപാട് കഴുതുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ചുമടെടുപ്പിനൊക്കെ ചിലപ്പം കഴുതനെ ധാരാളം ഉപയോഗിക്കുന്നുണ്ടാവും. വേണ്ടോ നല്ല അടിപൊളി ചായ കോർണറൊക്കെ ഉണ്ട്. ആ കുഷ്ക എന്നിട്ട് വയറ് ഫുള്ളാണ്. അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കായിരുന്നു. കണ്ടിട്ട് നല്ല വൈബുണ്ട്. പക്ഷേ നോക്കിയാൽ കേരളത്തിൽ നിന്ന് ഞാൻ ചായ കുടിക്കാറില്ല. പക്ഷെ തമിഴ്നാട് എത്തിയപ്പോൾ എനിക്ക് ഈ ചായ കോഫി ഒക്കെ ക്രേവിങ് വരും. നോക്കിയാൽ നമ്മുടെ ഈ സൈഡിൽ നമുക്ക് മൊത്തം നമ്മുടെ ഷുഗർ കെയിൻ്റെ പാടങ്ങളാണ്. ഇതെങ്ങാണ്ടും നട്ടു ഉച്ചക്കാണെങ്കിൽ പുറം പൊളിഞ്ഞാനെ. ഇതായിരിക്കട്ടെ നമ്മളൊരു മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു രാവിലെ എനിക്ക്. എന്തായാലും അവിടെ തണുപ്പായതിനെ കൊണ്ട് നമ്മൾ എന്തായാലും രാവിലെ എണീച്ചില്ല. ഇവിടെ എന്തായാലും രാവിലെ എണീച്ചിട്ടില്ലെങ്കിൽ പുറം പൊളിയെന്ന് ഉറപ്പുണ്ടായത് കൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി രാവിലെ എണീച്ചോളൂ. മാനേജർ എടുക്കാங்களா? ഹായ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരാണ്. സിംഗപ്പൂർ വരെ സൈക്കിൾ ചവിട്ടി പോവാം. അപ്പോൾ ഒരു മാസമായി. അപ്പോൾ ഞങ്ങൾക്ക് ടെൻ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ടെൻ്റ് അടിക്കാണ്ട് കുറച്ചും ഇടം കിടക്കുമോ? ആ നിങ്ങൾ പെട്രോൾ പമ്പിൽ അടിച്ചിട്ടാണ് ഇങ്ങനെ വരാറല്ല സ്ഥലത്തും. അല്ലാണ്ടില്ലേ? ശരി, താങ്ക് യു. പെട്രോൾ പമ്പിൽ ഒന്നും ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കെല്ലാം അറിയുള്ളൂ ഇന്ത്യയിലെ മീൻസ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പെട്രോൾ പമ്പിൽ നമുക്ക് അടിച്ച് പരിചയമുണ്ടല്ലോ ടെൻ്റ്. അപ്പോൾ കുഴപ്പമില്ല, ഒന്ന് പോയാൽ അടുത്തത്, അത്രയേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. പെട്രോൾ പമ്പ് ആകുമ്പോൾ നമുക്ക് വാഷ്റൂം സംവിധാനമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എവിടെ അടിക്കാം, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ആഹാ, അടുത്ത സൺസെറ്റ് ആവാനായി. സമയം 5:51. നോക്കിയേ, സൂര്യനെ നോക്കിയേ. ആഹാ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് HP-യുടെ. അണ്ണ വണക്കം. മാനേജർ ഉണ്ടോ ഇവിടെ? മാനേജർ പോയോ? ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരാം, കോഴിക്കോട്. സൈക്കിളിൽ സിംഗപ്പൂർ വരെ പോവാ ചവിട്ടിയിട്ട്. ഒരു മാസമായി ഇറങ്ങിയിട്ട്. ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ கொஞ்சம் ഇടം കിടക്കുമോ നൈറ്റ്? ടെൻ്റ് എടുത്ത് ഓക്കെ. താങ്ക് യു അണ്ണ. പേര്? രാമചന്ദ്രൻ. പേര്? കാളിദാസ്. നൈസ്. ഒരു വർഷത്തേക്ക് പ്രയാണം സിംഗപ്പൂർ വരെ. അടിപൊളി കേട്ടോ. നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ അതാ ടെൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. മുകളിൽ സാധനങ്ങളൊക്കെ നമ്മൾ ഉണക്കാട്ടു. ഇനി നേരെ ഇതിൻ്റെ അപ്പുറം ഒരു കട ഉണ്ട്. അത്ര അവിടെ ലൈറ്റ് കാണുന്നുണ്ട് നിങ്ങൾ ബാക്കിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വല്ലതും കഴിച്ചേച്ചും വരാം. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ഇത് കണ്ടില്ലേ, HP. അവിടുന്ന് നേരെ തൊട്ടടുത്താണ് നമ്മുടെ ഈ കട ഉള്ളത് കേട്ടോ. ജോക്കെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ട് അത്ര കഴിക്കാൻ. ഇഡ്ഡലി മാത്രമേ ഉള്ളൂ ഇവിടെ. അവളുടെ വായിൽ വെള്ളം വരുന്നതാ പറയുന്നത്. ആഹാ, നല്ല 65 നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
അടിപൊളി ഈ സാധനം ഞാൻ എത്ര കാലമായി മിസ് ചെയ്യാൻ പറയൂ. ഓഹോ നല്ല ചൂടാണ്. വെരി ഗുഡ്. ആ ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഉറപ്പല്ലേ? അതാണ് തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ 65. ആഹാ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. അല്ല രണ്ടെണ്ണം പോതും. അതെ അത്രയും ടേസ്റ്റ് ഉണ്ടായതിനെ കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. നല്ല സൂപ്പർ സാധനം. ഇഡ്ഡലിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കഴിക്കാനായിട്ട് നമ്മൾ എടുത്തതാ. അമ്മയുടെ പേര് മരകതം. ഓ പരിമിള ദേവി. ഒരു സീരിയൽ ആക്ട്രസ് ഇருக்கு കേരളാവിലെ പരിമിള ദേവി. ആഹാ കണ്ടില്ലേ? ഒരു ഫുൾ ഫാമിലി ബിസിനസ് ആട്ടോ. ബൈ ഗുഡ് നൈറ്റ്. നൈറ്റില് ഒരു 4 ഇഡ്ഡലി സാപ്പിട്ട രണ്ടാളും കറക്റ്റാ. അപ്പോൾ അണ്ണനാണ് പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി നോക്കുക എന്നുള്ളത്. അപ്പോൾ നല്ല സെറ്റപ്പ് ഹോട്ടൽ കേട്ടോ. ടോട്ടൽ കിട്ടുന്ന നോക്കിയാ അതെ വെറും 140 റുപ്യ. അതെ 240 രൂപ ഉള്ളു ആകെ 100 grams ഓഫ് ചിക്കൻ. അപ്പം 200 ഗ്രാം ചിക്കനും പിന്നെ 8 ഇഡ്ഡലിയും 4 ഇഡ്ഡലി 8 ഇഡ്ഡലി ഞങ്ങൾ കഴിച്ചു. ഒരു ഇഡ്ഡലിക്ക് ആകെ 7 രൂപയേ ഉള്ളൂ. നല്ല സെറ്റപ്പ് ഫുഡ് കേട്ടോ. യു ആർ ആസ്കിങ് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ഇത്ര 100 രൂപക്ക് അല്ല 100 ഗ്രാം ചിക്കൻ എങ്ങനെ 400 രൂപക്ക് തരാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം ഉണ്ടായിരുന്നു. ആൻസർ വാസ് ദേർ ഓൺലി. ചിക്കൻ ദേ ഓൾ മേക്ക് ബൈ ദംസെൽഫ്. കോഴി വേറെ അവിടെ സൈഡിലുണ്ടാവും. അപ്പോൾ അത് കഴിയുന്ന അനുസരിച്ചിട്ട് അവരെന്നെ അത് കട്ട് ചെയ്തിട്ട് അവരെന്നെ അത് കുക്ക് ചെയ്യുക. അപ്പം സൂപ്പർ കേട്ടോ. ഹൗസ് 65 സൂപ്പർ ആണല്ലേ? മറ്റേ കോഴിനെ കൊല്ലുന്ന പറയുമ്പോ ഒന്ന് സാഡായി. ചേച്ചി കണ്ട് ഓ അടിപൊളി ടേസ്റ്റ്. നമുക്ക് പറഞ്ഞ മനസ്സിലാവുണ്ട്. പെട്ടെന്ന് അവക്ക് ഉറക്കം വരുന്നുണ്ട്. അതൊക്കെ നല്ല ക്ഷീണമാണ്. ഞാൻ പറഞ്ഞില്ലേ തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. ഗുഡ് നൈറ്റ് ജോ. ആ അവള് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാനും ഗുഡ് നൈറ്റ് പറയാണ്. അപ്പോൾ നാളെ നമുക്ക് ഇനി തേനി മധുരയാണ്. മധുരൈ 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ പൊളിക്കും. ഓക്കെ ഗൈസ് ഗുഡ് നൈറ്റ്.